ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രദോഷത്തെക്കുറിച്ചാണ്. ചന്ദ്രൻ്റെ 2 പക്ഷങ്ങളിലും ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി ആചരിക്കുന്നത്. അതായത് ഒരു മാസത്തിൽ 2 പ്രദോഷങ്ങൾ വരുന്നു. സൂര്യോദയം ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും പിമ്പുമുള്ള ആകെ 3 മണിക്കൂറാണ് പ്രദോഷ സമയം എന്നറിയപ്പെടുന്നത്. പുരാണങ്ങളനുസരിച്ച് പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ഭഗവാൻ ശിവൻ പാനം ചെയ്ത് ഒരു പ്രദോഷ ദിവസമാണ്. വിഷം ഉള്ളിൽ ചെന്ന് തളർന്ന ശിവനെ സന്തോഷിപ്പിക്കാൻ പാർവതി ദേവിയും മറ്റ് ദേവീദേവന്മാരും നൃത്തം ചെയ്ത സമയമാണ് ഇതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭക്തർ അന്നേ ദിവസം ഉപവാസമോ മിതമായ ആഹാരമോ ഒരിക്കലായി എടുക്കുന്നു. ദീപാരാധന സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും പുണ്യകരമാണ്. ശിവവാഹനമായ നന്ദിയുടെ കൊമ്പുകൾക്കിടയിലൂടെ ശിവനെ ദർശിക്കുന്നത് പ്രദോഷ ദിവസത്തെ പ്രധാന ചടങ്ങാണ്. പാലഭിഷേകം, ഇളനീർ അഭിഷേകം, ചന്ദനം, ഭസ്മം എന്നിവ നടത്തുന്നത് ദോഷങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രദോഷ വ്രതം അനുഷ്ഠിക്കുന്നത് വഴി ദാരിദ്ര്യം നീങ്ങുമെന്നും രോഗങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നും സർവ്വപാപങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം. ശനിയാഴ്ച വരുന്ന പ്രദോഷത്തെ ശനിപ്രദോഷമെന്നും തിങ്കളാഴ്ച വരുന്ന പ്രദോഷത്തെ സോമപ്രദോഷമെന്നും വിളിക്കുന്നു. ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യങ്ങളുണ്ട്. ശിവഭഗവാന് വേണ്ടി നമ്മൾക്ക് അമ്പലത്തിൽ അഭിഷേകത്തിനായി പാൽ, തൈര്, കൂവളത്തിൻ്റെ ഇലകൾ, പൂവുകൾ എന്നിവ സമർപ്പിക്കുന്നതും നല്ലതാണ്.